ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ജ്ഞാനസ്നാന തിരുനാൾ. നമ്മൾ ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ സംഭവം മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേൾക്കുന്നത്. ഇവിടെ ജ്ഞാനസ്നാനം എന്തെന്ന് വ്യക്തമാക്കുന്നിടത്ത് 1-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ജ്ഞാനസ്നാനം കഴിഞ്ഞ് ഈശോ വെള്ളത്തിൽ നിന്നും കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തന്നെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, സുവിശേഷത്തിൽ ആദ്യമായിട്ട് ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യം കടന്നു വരുന്നൊരു സംഭവമാണ് ഈ ജ്ഞാനസ്നാനം. അവിടെ പുത്രനുണ്ട്, ആകാശം പിളർന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്, സ്വരമായി വചനമായി പിതാവായ ദൈവവും അവിടെ ഉണ്ട്. അപ്പോൾ ട്രിനിറ്റേറിയൻ ബാപ്റ്റിസം, ഈ 7 കുദാശകളുള്ളതിൽ അടിസ്ഥാന കുദാശ, സാക്രമെൻ്റ് ഓഫ് ഇനിസിയേഷൻ എന്ന് പറയപ്പെടുന്ന കുദാശകളിൽ 1-ാമത്തെ കുദാശയാണ് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം ഈശോ സ്ഥാപിച്ചപ്പോൾ അതിന് ബാപ്റ്റിസം എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ വിളിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലെ ബാപ്റ്റിസ്മോസ് എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സെറമോണിയൽ വാഷിംഗ് എന്നാണ്. ആചാരപ്രകാരമുള്ള കഴുകൽ, വൃത്തിയാക്കൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബാപ്റ്റിസ്മോസ്, അതിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴുകി വൃത്തിയാക്കി ഒരാളെ ദൈവം സ്വന്തമാക്കിയ, ഇതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജലത്താലുള്ള സ്നാനം എന്ന് പറയുന്നത് വളരെ സിംബോളിക്കായിട്ടാണ്. ഇങ്ങനെ അയാളുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കി എന്ന് പറയുന്നതാണ്. പക്ഷേ ആത്മാവിനെ കഴുകാൻ ജലം മാത്രം പോരാ, ആ പരിശുദ്ധാത്മാവ് കൂടി വേണം എന്ന രീതിയിലാണ് ഈശോയുടെ സ്നാനത്തെക്കുറിച്ച് പറയാം. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനായി നിങ്ങൾക്ക് സ്നാനം നൽകുമെന്ന് സ്നാപക യോഹന്നാൻ പറയുന്നതിൻ്റെ കാരണവും. എന്താണ് ഈ ജ്ഞാനസ്നാനം എന്ന കുദാശയുടെ പ്രത്യേകതകൾ? ഒരു 7 പ്രത്യേകതകൾ അല്ലെങ്കിൽ 7 ഫലങ്ങൾ നമുക്ക് ജ്ഞാനസ്നാനം എന്ന കുദാശയുടെ ഭാഗമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. 1-ാമത്തെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഫോർഗീവ്നെസ് ഓഫ് സിൻസ്, പാപങ്ങളുടെ മോചനം. അത് നമ്മൾ ജ്ഞാനസ്നാനം എന്നാലെന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഉത്ഭവപാപവും കർമ്മപാപം ഉണ്ടെങ്കിൽ അതും നീക്കി എന്നാണ് ആദ്യം പറയുന്നത്. ഉത്ഭവപാപം എന്ന് പറയപ്പെടുന്നത് ആദ്യ മാതാപിതാക്കളിൽ നിന്നും ജന്മാവകാശമായി കിട്ടിയിരിക്കുന്നത്, അവരുടെ ആദ്യ പാപത്തിൻ്റെ ഫലമായി നമുക്കുണ്ടായിരിക്കുന്ന പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന പാപമാണ് ഉത്ഭവപാപം. പരിശുദ്ധ മറിയം മാത്രമേ അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ ദൈവത്തിൻ്റെ പ്രത്യേക ഇച്ഛയനുസരിച്ച്. എന്നാൽ നമ്മളെല്ലാം ജനിച്ചത് ഉത്ഭവപാപത്തിലാണ്. ആ ഉത്ഭവപാപത്തിൻ്റെ കറ കഴുകിക്കളയുന്ന സംഭവമുണ്ട്. അതിനോടൊപ്പം നമ്മളിനി കുഞ്ഞായിരിക്കുമ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അതേ ഉള്ളെങ്കിലും കുറച്ച് മുതിർന്നു കഴിഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ അതുവരെ ചെയ്ത പാപങ്ങളൊക്കെ അവിടെ മോചിപ്പിക്കപ്പെടുക. ഇവിടെ പിന്നെ കുമ്പസാരത്തിനൊന്നും ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ അവിടെ അതുവരെയുള്ള എല്ലാ പാവങ്ങളും അവിടെ മോചിപ്പിക്കപ്പെടുക. ഒരു 18 വയസ്സ്, 20 വയസ്സിൽ അല്ലെങ്കിൽ 30 വയസ്സിൽ ഒരാൾ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ അയാൾ അതുവരെ ചെയ്ത പാവങ്ങൾ പിന്നെ കുമ്പസാരത്തിൽ പറയേണ്ട ആവശ്യമില്ല. അത് കാര്യം പാവം മോചിക്കപ്പെട്ടു. അപ്പോൾ പാവമോചനമാണ് അതിൻ്റെ ഏറ്റവും എഫക്റ്റീവായൊരു എലമെൻ്റ് എന്ന് പറയപ്പെടുന്നത്. ഉത്ഭവപാപവും കർമ്മപാപവും നീക്കാൻ സാധിക്കുന്ന കുദാശ. കുമ്പസാരത്തേക്കാൾ ബലവത്തായ കുദാശ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ കുമ്പസാരം പോലെ റിപ്പീറ്റ് ചെയ്ത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. 2-ാമത്തെ പ്രത്യേകത, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. നമ്മളെ കഴുകി ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. 3-ാമത്തെ പ്രത്യേകത, വി ബിക്കം ദ മെമ്പർ ഓഫ് കാത്തലിക് ചർച്ച്. കത്തോലിക്ക സഭയിൽ അംഗത്വം കിട്ടുന്നു, ഒരു മെമ്പർഷിപ്പ് കിട്ടിയ നമ്മൾ കത്തോലിക്ക സഭയിലെ മെമ്പറായി മാറുന്നു, ഒരു അംഗമായി മാറുന്നു. ഇതാണ് 3-ാമത്തെ പ്രത്യേകത. 4-ാമത്തെ പ്രത്യേകത, ഒരു ക്രിസ്ത്യൻ യൂണിറ്റിയിലേക്കൊരു ബോണ്ട്. നമുക്കൊരു ക്രൈസ്തവ കൂട്ടായ്മ, കത്തോലിക്ക സഭ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും കൂട്ടായ്മയിലേക്ക് നമുക്കൊരു ബന്ധമുണ്ടാകുകയാണ് ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ യഥാർത്ഥത്തിൽ എല്ലാ ട്രിനിറ്റേറിയൻ ഫോർമുല അനുസരിച്ച് ജ്ഞാനസ്നാനം നൽകുന്ന എല്ലാ സഭകളുടെയും ജ്ഞാനസ്നാനത്തെ കത്തോലിക്ക തിരുസഭ വിലമതിക്കുന്നുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ കുറച്ച് ആൾക്കാർ ഇന്ന് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് ഒരാളെ പിടിച്ചിട്ട് പോവുകയാണെങ്കിൽ അയാളെ കൊണ്ടുപോയി വീണ്ടും ജ്ഞാനസ്നാനം കൊടുക്കും. പക്ഷേ കത്തോലിക്ക സഭയിൽ അങ്ങനെ ചെയ്യാറില്ല. കത്തോലിക്ക സഭയിൽ ഒരാൾ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ പോയിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അയാൾ പ്രൊട്ടസ്റ്റന്റ് സഭയിലായിരിക്കും ഒരാൾ തിരിച്ചു വരുമ്പോൾ വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അയാൾ കത്തോലിക്ക സഭയിൽ അംഗമാകുന്നത് മാത്രമല്ല, ജ്ഞാനസ്നാനം വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല. അതിൻ്റെ വലിയ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ യൂണിറ്റി, ക്രൈസ്തവരുടെ ഐക്യത്തിനകത്തൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്ന കുദാശയാണ് ജ്ഞാനസ്നാനം എന്ന് പറയപ്പെടുന്നത്. 5-ാമത്തെ പ്രത്യേകത, ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളായി മാറുന്നു.
അതാണ് ഒരു പ്രത്യേകത. അത് ദത്തുപുത്ര സ്ഥാനമാണ്, ദത്തുപുത്രി സ്ഥാനമാണ്. യഥാർത്ഥത്തിൽ മക്കളല്ല, പക്ഷേ ദൈവം നമ്മളെ ദത്തെടുക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇതാണ് 5ാമത്തെ പ്രത്യേകത. 6ാമത്തെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് വി ബിക്കം ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയമായി നമ്മൾ പ്രതിഷ്ഠ നടത്തപ്പെടുന്നു. നമ്മളങ്ങനെ പ്രതിഷ്ഠിക്കുന്ന കുദാശയാണ് ജ്ഞാനസ്നാനം എന്ന് പറയപ്പെടുന്നത്. നമ്മളെ അങ്ങനെ ഒരു സാധാരണ ബിൽഡിങ് പള്ളിയായി പ്രതിഷ്ഠ കർമ്മം നടക്കുന്നത് പോലെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി പ്രതിഷ്ഠിക്കുന്ന കർമ്മം കൂടിയാണ് ജ്ഞാനസ്നാനം എന്ന് പറയപ്പെടുന്നത്. 7ാമതായിട്ട് മറ്റ് കുദാശകൾ സ്വീകരിക്കാൻ അടിസ്ഥാന യോഗ്യത എന്ന് പറയപ്പെടുന്ന കുദാശയായി ജ്ഞാനസ്നാനം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കാരണം ജ്ഞാനസ്നാനം സ്വീകരിച്ചാലേ ബാക്കി ഇനി അങ്ങോട്ട് പറയപ്പെടുന്ന ബാക്കി 6 കുദാശകളിൽ ഏതെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ജ്ഞാനസ്നാനമാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവൻ കത്തോലിക്ക വിശ്വാസിയായി മാറിയ ഒരാൾക്ക് മാത്രമേ മറ്റു കുദാശകൾ സ്വീകരിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അത് അടിസ്ഥാനപരമായ കുദാശകൾ സ്വീകരിക്കാൻ യോഗ്യത നേടുന്നു. ഇതാണ് 7ാമത്തെ പ്രത്യേകത. അങ്ങനെ ഇങ്ങനെ 7 പ്രത്യേകതകൾ നമുക്ക് ജ്ഞാനസ്നാനത്തിൻ്റെ ഭാഗമായിട്ട്, ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഫലമായി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരാണോ എന്നുള്ളതാണ്. കൃത്യമായിട്ടും നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവം തൻ്റെ മകൻ അല്ലെങ്കിൽ മകളെന്ന സ്ഥാനത്തിലേക്ക് സ്വീകരിക്കാൻ പരുവത്തിന് നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. അഭിമാനപൂർവ്വം പറയാമെന്ന് സാധിക്കുന്ന രീതിയിൽ കത്തോലിക്ക സഭയിൽ നമ്മൾ അംഗങ്ങളാണ്. മറ്റ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കുദാശകൾ ഇനി സ്വീകരിക്കാൻ നമ്മൾക്ക് യോഗ്യതയുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന രീതിയിൽ ജ്ഞാനസ്നാനത്തിൽ എന്ന കുദാശ, 7 കുദാശയും ഈശോ സ്ഥാപിച്ച കുദാശ എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാണപ്പെടാത്ത ദൈവകര പ്രസാദം നൽകാനായി ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടത്തക്ക അടയാളങ്ങളാണ് കുദാശകൾ. ജ്ഞാനസ്നാനം എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഉത്ഭവപാപം നീക്കി, കർമ്മപാപം ഉണ്ടെങ്കിൽ അതും നീക്കി ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളെന്ന പദവിയിലേക്ക് ഉയർത്തി കത്തോലിക്ക സഭയിൽ അംഗത്വം നൽകി പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാക്കി ആ മുദ്ര ഹൃദയത്തിൽ പതിപ്പിച്ച് നൽകുന്ന കുദാശയാകുന്നു ജ്ഞാനസ്നാനം. അപ്പോൾ ജ്ഞാനസ്നാനത്തിൻ്റെ ആ ഇത്രയും വിശാലമായ ഫലങ്ങളെ നമുക്ക് ബോധപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊത്ത് ജീവിതം നയിക്കുവാനായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനസ്നാനത്തിൻ്റെ വില പഠിപ്പിച്ച ക്രിസ്തുനാഥൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.